ഉത്തരവിനനുസരിച്ച് മുസ്ലിം ലീഗ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തന്നെ സർക്കുലർ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് മനസ്സിലായിട്ടാണോ എന്ന് എനിക്കറിയില്ല. വളരെ ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ട കാര്യമാണ്. മതനിരപേക്ഷ ഉള്ളടക്കത്തിന് യോജിക്കാതെ ഒന്നാണ് എന്നുള്ളത് കൊണ്ട് അതിനെ ഈ രീതിയിൽ ദേശീയാടിസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കണ്ട് ബാക്കി ഭാഗം ഒഴിവാക്കിയതാണ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടെ. പിന്നീട് 1950 ആണ്, അത് 2024 യഥാർത്ഥത്തിൽ റിപ്പബ്ലിക്കിൻ്റെ ഭാഗമായിട്ടാണിത് ഗാനമായിട്ടും അതുപോലെ തന്നെ മറ്റത് ഗീതമായിട്ടും അംഗീകരിക്കുന്നത്, ജനഗണമന ഉൾപ്പെടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് മതനിരപേക്ഷ ഉള്ളടക്കത്തിന് യോജിക്കാത്ത ഭാഗങ്ങളതിലുണ്ട് എന്ന് കണ്ടെത്തി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിലും റിപ്പബ്ലിക്കിൻ്റെ സന്ദർഭത്തിലും ഒഴിവാക്കപ്പെട്ട ഭാഗം അല്ലെങ്കിൽ അത് ആ രീതിയിൽ പാടേണ്ടതില്ല എന്ന് പറഞ്ഞ കാര്യം വന്ദേ മാതരം മുഴുവനും പാടണം എന്ന രീതിയിൽ ഇപ്പോഴും സർക്കുലർ കൊടുക്കാനും, ഇപ്പം നമുക്കെല്ലാം അറിയുന്നത് പോലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ ചരിത്രവും ഞാൻ വിശദീകരിച്ചു. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം കണ്ടത് സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ഞങ്ങളെല്ലാം സ്റ്റേജിലുണ്ട് സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ഭാഗമായിട്ട്. അപ്പോഴാണ് ആദ്യം സാധാരണ ഇല്ലാതെ ഈ വന്ദേ മാതരം പാടുന്നത്. അത് സംബന്ധിച്ച് പിന്നീട് വി ഡി സതീശനോട് ചോദിച്ചു. അതിൻ്റെ വളരെ വ്യക്തമായ തെളിവ് നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. അപ്പോൾ വി ഡി സതീശൻ പറയും, എന്താ ചെയ്യുക, ഞാൻ എഴുതിയിട്ട് നിൽക്കുകയായിരുന്നു, നിൽക്കുമ്പോഴാണ് ഇത് മുഴുവൻ പാടിയത്, അതിനിടയിൽ പോയിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് വി ഡി സതീശൻ ചോദിച്ചത്. ആ വി ഡി സതീശൻ ഇനിയിപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ കേരള ഗവൺമെൻറ് കൃത്യമായിട്ട് രേഖാമൂലം ഓർഡറായിട്ട് പുറത്ത് വിട്ടിരിക്കുകയാണ്. ആ ഓർഡറിനെ പിൻപറ്റി ലീഗ് നേതാവ് താഴത്തേക്ക് സർക്കുലർ കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, BJP ഭരണം കേരളത്തിലില്ല, പക്ഷേ BJPക്ക് വേണ്ടി ഭരിക്കുന്ന ഗവൺമെൻറ്റാണ് ഈ വി ഡി സതീശൻ ഗവൺമെൻറ് എന്ന് ജനങ്ങൾക്ക് പറയാൻ കഴിയും. അതാണ് ചിത്രം. ഇതാണ് ഞാൻ വളരെ ഗൗരവമുള്ളൊരു പ്രശ്നമാണ് എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭാഗം. അതേപോലെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ക്വിസ് മത്സരം. ഗവൺമെൻറ് തന്നെ തയ്യാറാക്കുകയാണ്, ചോദ്യം എന്നിട്ട് അയച്ചു കൊടുക്കുകയാണ്, അതിന് ചോദ്യവും ഉത്തരവും എല്ലാം. ആ ചോദ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വർഷം ജയിലിൽ കിടന്ന നേതാവാരാണ്? ഉത്തരം വി ഡി സവർക്കർ. ഇത് അബദ്ധത്തെ പറ്റി പോയൊരു തെറ്റാണെന്നുള്ള തെറ്റിദ്ധാരണകൾക്ക് ഉണ്ടാവണ്ട. ഒരു പേര് മാറിപ്പോയതുമല്ല, ഇത് RSS അജണ്ടയാണ്. RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ആരെയെങ്കിലും പേര് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കണമെങ്കിൽ അത് സവർക്കറുടെ പേരാണെന്നാണ്. യഥാർത്ഥത്തിൽ സവർക്കർ ചെയ്തത് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുക്കുകയാണ്, ഹിന്ദു വർഗീയവാദികൾ ചെയ്തതാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് സവർക്കർ ഉണ്ടായിരുന്നു, പക്ഷേ ത്യാഗപൂർണമായ ഒരു പ്രവർത്തനത്തിലേക്ക് പോകാൻ അദ്ദേഹം തയ്യാറുണ്ടായില്ല. അതുകൊണ്ടാണ് മാപ്പ് അന്തമാനിൽ കിടക്കുമ്പോഴാണ് 6 പ്രാവശ്യം മാപ്പ് എഴുതി കൊടുത്തത്. ആ മാപ്പ് മുഴുവൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. 6 പ്രാവശ്യം എഴുതി കൊടുത്ത എല്ലാ മാപ്പിൻ്റെയും കൂടി ചേർത്താൽ ഒരു പുസ്തകമായി. ആ പുസ്തകം ഈ കേരളത്തിൽ അതുപോലെ മലയാളത്തിൽ തന്നെ ഉണ്ട്. ഈ 6 മാപ്പ് എഴുതി കൊടുത്ത കത്തിൻ്റെയും മലയാളത്തിലുള്ള കോപ്പി. ഞാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ട് ഒരു അക്ഷരം ഇനി മിണ്ടാൻ പോകുന്നില്ല എന്നാണ് ഓരോ കത്തിലും എഴുതിയത്. അങ്ങനെ ഓരോ കത്തിലും കൃത്യമായിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ട് ഞാൻ ഒരു ശബ്ദം ഇനി പുറപ്പെടുവിക്കില്ല, നിങ്ങളുടെ ഒപ്പം ചേർന്നുകൊണ്ട് ഞാൻ മുമ്പോട്ടേക്ക് വരാൻ തയ്യാറാണ് എന്നുൾപ്പെടെ പറഞ്ഞ 6ാമത്തെ കത്തോടു കൂടിയാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് മോചിപ്പിക്കുന്നത്. മോചിപ്പിച്ചിട്ട് പിന്നെ സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ഒരു അക്ഷരം അതിൻ്റെ ഭാഗമായിട്ട് ദേശീയപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് വേണ്ടിയിട്ടില്ല. എല്ലാം എതിരായിട്ട് ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ നിലപാട് മാത്രമേ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളൂ. അതാണ് സവർക്കർ. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന കേസിലെ പ്രതിയായിരുന്നു, വിട്ടയക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. ഹിന്ദു വർഗീയവാദിയുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തലപ്പത്ത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒന്നാമത്തെ പേര് വി ഡി സവർക്കർ. അദ്ദേഹം വിശ്വാസമൊന്നായിരുന്നില്ല എന്നുള്ളത് വേറെ കാര്യം, വർഗീയവാദിയാണ്. വർഗീയവാദികൾക്ക് വിശ്വാസമില്ല. വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്ന സ്ഥിതി മാത്രമേ എല്ലാ കാലത്തും കൈകാര്യം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ വ്യക്തതയോടുകൂടി അറിയാം, അങ്ങനെയുള്ള ഒരാളെ കേരളത്തിലെ
ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ തീരുമാനിച്ച് കച്ചകെട്ടി ഇറങ്ങി പുറപ്പെട്ട BJP ഗവൺമെൻറ് ചെയ്യുന്നത് പോലെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന കിസിൻ്റെ ഭാഗമായിട്ട് ചോദ്യം ചോദിക്കുകയാണ്. സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്ന നേതാവ് ആരാണ്? ഒരിക്കലും സവാർക്കറല്ല. സവാർക്കർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ജയിലിൽ കിടന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചുരുക്കം കാലം മാത്രമാണ്. ബാക്കിയെല്ലാം മാപ്പ് പറഞ്ഞ് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കഥകളുണ്ടാക്കി മുന്നോട്ടേക്ക് പോകും.